കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഫ്രൈ പടയ്ക്കാം. ഞങ്ങളുടെ വാമിക്കുട്ടി ഇതേ ചോറും തൈരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ പോർക്ക് ഫ്രൈ ഉണ്ടോ, നമ്മുടെ ഇടിയപ്പം ദേ ഓരോന്നോരോന്നായിട്ട് മീനും എടുത്തു വെച്ചോണ്ടിരിക്കുന്നു. കുട്ടിയുടെ മുടി ഉണ്ടോ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, ഒരു ക്യാമ്പിംഗ് സ്റ്റൗ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ക്യാമ്പിങ്ങിലൊന്നല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുക്കിംഗ്, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ട്രാവലിംഗ് വ്ളോഗും ഒന്നല്ല, ഇന്ന് വ്യത്യസ്തമായ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ നല്ല ഒരു പന്നിക്കറി ആയിട്ടാണ് നമ്മൾ ഇന്ന് പന്നി ഫ്രൈ, കറിയല്ല ഫ്രൈ വെക്കാൻ പോവുകയാണ്. പന്നി ഫ്രൈ വെക്കുന്ന വീഡിയോ ആയിട്ട്, അതും ഔട്ട്ഡോർ കുക്കിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് മേടിച്ചിരിക്കുന്ന പോർക്ക്. ഇത് നമുക്ക് വെട്ടിക്കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഫ്രൈ പടയ്ക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ മസ്റ്റാണ്, ഷെയർ എന്തായാലും ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വൺ ലൈഫ് ലിവ് ഇറ്റ് 007, ലിവ് ഇൻ ദ മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ പന്നി നമുക്ക് മുറിച്ച് സെറ്റപ്പ് ആക്കാം. പന്നി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം. നമ്മുടെ കറിക്കുള്ള കറിയല്ല, ഫ്രൈ കേട്ടോ, എന്താണോ കറി എന്ന് കയ്യിൽ വരുന്നത്, എന്തായാലും ഫ്രൈക്കുള്ള പീസാക്കാം നമുക്ക്. ഇതേ കണ്ടോ, ഇവിടുത്തെ പന്നിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, ഇവിടുത്തെ പന്നിക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്കിന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഫാറ്റിൻ്റെ ഭാഗമില്ലേ, അത് കുറവായിരിക്കും. ഇവിടെ അച്ഛനും അമ്മയും വന്നപ്പോഴും അവരും പറയുന്നുണ്ടായിരുന്നു അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പന്നി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ല. കാരണം ഈ ഒരു പീസ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നല്ല പന്നിയാണ്, പക്ഷേ ആണെങ്കിൽ ഇതിന് ടേസ്റ്റ് അവർക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിന്ന് കുറവായതുകൊണ്ട്, ഈ ഫാറ്റി ഭാഗം കുറവായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ പന്നി കഴിക്കുമ്പോൾ ആ സ്കിന്നി ഭാഗം ഉള്ളതുകൊണ്ടാണ് അത്രയ്ക്ക് നല്ല താല്പര്യമായിട്ട് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഈ മീറ്റ്, അതായത് ഇത് കണ്ടോ, ഈ മീറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അല്ലാതെ ഈ സ്കിന്നി ഭാഗം വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ ആൾക്കാർ കറിയല്ലല്ലോ വയ്ക്കുന്നത്. ഇവിടെ ആൾക്കാർ ശരിക്കും ബാർബിക്യൂ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്നത്, ഗ്രില്ലടിക്കുന്നില്ലേ, ആ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പീസും കിട്ടുന്നത്. നമുക്ക് മുറിച്ച് കഷ്ണങ്ങളായിട്ട് കറിക്ക് വരുന്ന പോലത്തെ പീസല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറിക്ക് ഉള്ള പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം. കണ്ടോ, നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്കിന്നുള്ള, അതായത് ഈ സ്കിന്നിൻ്റെ ഈ അടിയിൽ വരുന്ന ഈ ഫാറ്റുള്ള ഭാഗം വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും വലിയ ഈ ഫാറ്റുള്ള ഭാഗം വരുന്നത് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമുക്കിവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ഇതേ പോർക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കറി മസാല, കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് കനോല ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഇവിടെ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെറ്റർ കേട്ടോ, നമ്മുടെ നാടൻ ബീഫ് പോർക്ക് ഫ്രൈക്ക്. ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത പോർക്ക് നമുക്ക് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പോർക്ക് ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആ പോർക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലകളെല്ലാം എല്ലാ ഭാഗത്തും ചേർന്നിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഇവിടുത്തെ പോർക്കിന് ഒരു 5 വിസിൽ മതിയാകുമായിരിക്കും. അത് ഓരോ സ്ഥലത്തെ പോർക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. ഇവിടുത്തെ പോർക്കിന് ഒരു 5 വിസിൽ നമുക്ക് അടിച്ചിട്ട് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. ഒരു വെറൈറ്റി അല്ലേ. അപ്പം നമ്മുടെ ബാക്ക് ഗാർഡനിൽ നിന്നിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. വാമിത ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്ക്
വാമി ദൈ ഇപ്പം എഴുന്നേറ്റ് മൂഡ് ശരിയായി വരുന്നുള്ളൂ. വാമി ഫുഡ് കഴിച്ചിട്ടില്ല. വാമി ദൈ ഫുഡ് കഴിക്കാനായിട്ട് വാമിക്ക് ഫുഡ് ദൈ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. വാമി ഫുഡ് കഴിക്കാനായിട്ട് വാമി ഹേയ് ഹലോ വാമി സേ ഹലോ ഹായ്. വാമി പുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. അതാണ് വാമിയുടെ മൂഡ് ശരിയായി വരുന്നുള്ളൂ. അപ്പം നമുക്ക് പോർക്ക് ഫ്രൈ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. പക്ഷേ ആ ക്യാമ്പിംഗ് സ്റ്റവ് ഓണായിട്ടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിട്ട് നോക്കിയില്ലെങ്കിൽ ചിലപ്പം കാറ്റടിച്ച് ഓഫായി പോകും. എന്തായാലും ഇപ്പോൾ ഓണായിട്ടായിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത്. നമ്മുടെ സീലാൻഡിലേക്കുള്ള ക്രൂസിങ്ങിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാൻ. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം. ആ വീഡിയോ മാത്രമല്ല, നമ്മുടെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമ്മുടെ വീഡിയോ ഇനിയും കണ്ടിന്യൂ ഉണ്ടായിട്ടുണ്ടാവും. ദേ ഞങ്ങളുടെ വാമിക്കുട്ടി ദേ ചോറും തൈരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. വാമിക്കുട്ടിയുടെ ഫേവറേറ്റ് ഫുഡാട്ടോ ചോറും തൈരും. അല്ലേ വാമി? ആണോ വാമി? അതായത് നമ്മൾ ഫീഡ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം ഞാൻ കൊണ്ടുവയ്ക്കാമെന്ന് ആദ്യം വിചാരിച്ചേ. പക്ഷേ ഞാൻ കൊണ്ടുവച്ചിട്ടില്ല. കാരണം ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പം കാറ്റുള്ളതുകൊണ്ട് മസാലകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറന്നു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ വിസിൽ നമ്മുടെ പോർക്കിൻ്റെ അടിച്ച് അതേപോലെ ഒരു 5 വിസലാണ് നമ്മുടെ പോർക്ക് വേവാനായിട്ട് നമുക്ക് വേണ്ടത്. പ്രൊഫഷണലി ഞാനൊരു കുക്കൊന്നുമല്ല, എന്നാൽ അറിയാവുന്ന രീതിയിൽ ഞാൻ അങ്ങ് ഉണ്ടാക്കുന്നു. കാരണം കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമ്മുടെ പോർക്ക് ഏകദേശം 5 വിസിലടിച്ചു. അപ്പോൾ ഇനി നമുക്ക് വെന്തോന്ന് നോക്കാൻ വേണ്ടി ദേ സ്റ്റൗ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ നിർത്തിയിട്ട് നമുക്കിത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാം. കുക്കറിൻ്റെ വിസിൽ പോകുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിനുള്ള മസാല, അതായത് നമുക്കിത് റെഡിയാക്കാനുള്ള മസാല മിക്സ് ചെയ്ത്, അതായത് സവോള എല്ലാം വഴറ്റി മസാലകളെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഫുള്ള് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 സവോള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ കുറച്ച് തേങ്ങ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദേ കുറച്ച് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല, ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി, ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ കുത്തു വരും. പിന്നെ ഇവിടെ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കനോല ഓയിൽ, ഞങ്ങളിവിടെ കനോല ഓയിലാണ് ഉപയോഗിക്കുന്നത്. കനോല ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിനേക്കാളും ഇത്രയും കൂടി ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് കനോല ഓയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചീനച്ചട്ടി വെച്ചിട്ടാണ്. വാമിക്കുട്ടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വാമിക്കുട്ടി കുറച്ച് തേങ്ങാ വെള്ളം കൊടുത്തിട്ടുണ്ട് വാമിക്കുട്ടിക്ക്. വാമിക്കുട്ടി തേങ്ങാ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നടക്കുക. അല്ലേ വാമിക്കുട്ടി? ഞങ്ങളുടെ വാമിക്കുട്ടിയുടെ മുടി കണ്ടോ? വാമിക്കുട്ടി തേങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നടക്കുന്നു. അല്ലേ വാമിക്കുട്ടി? അപ്പം മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം സ്റ്റവ് ഓണാക്കാം. സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സത്യത്തിൽ ഇത് ശരിക്കും വെളിച്ചെണ്ണയിൽ നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ ഉണ്ടാകുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാട്ടോ. നമ്മുടെ ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുകൊന്നും ഇടുന്നില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ കടുകൊക്കെ ഇടും. ഇത് നമ്മൾ നമ്മുടെ ഏകദേശം അങ്കമാലി സ്റ്റൈലിലുള്ള പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. തേങ്ങാക്കുത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. നമ്മളിന്ന് പോർക്ക് ഫ്രൈ കഴിക്കുന്നത് എന്തും കൂട്ടിയിട്ടാണെന്നറിയോ? നല്ല നാടൻ ഇടിയപ്പവും തേങ്ങാപ്പാലും ചേർത്തിട്ട്, അത് ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ പോർക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാക്കുത്ത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും പിന്നെ ഉണക്കമുളകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ആദ്യം വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക്കും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഏകദേശം ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കാം.
സബോള ശരിക്കും നീളത്തിലായിരുന്നു അരിയേണ്ടത്, പക്ഷെ മീനും ഇതേ കുനുകുന അരിഞ്ഞു പോയി. ചിലപ്പോൾ ഫ്രൈക്കാണെന്ന് ആലോചിച്ചരിഞ്ഞതായിരിക്കാം. എനിവേ നമുക്ക് ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സബോള പെട്ടെന്നാകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് സബോള. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വാവ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സബോള ആയി വരുമ്പോഴേക്കും നമ്മുടെ ഈ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ സബോള ആയി വരുമ്പോഴേക്കും നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇനി വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ വെള്ളം മൊത്തം ഇടാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വെന്തിട്ടുണ്ട് കണ്ടോ, കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത്. അപ്പം നമ്മുടെ സബോള വരുമ്പോഴേക്കും അതിലേക്ക് മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചിരിക്കട്ടെ. നമ്മുടെ സബോള ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കറി മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ല മണം വരുന്നുണ്ട്, നല്ല അടിപൊളി മണം. ഇത് കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഉപ്പ് ഞാനിപ്പോൾ അധികം ഇട്ടിട്ടില്ല, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പോർക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു. പിന്നെ അതേ സബോള ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയും കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പം ഇനി പോർക്ക് ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം കേട്ടോ. ഏകദേശം നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഈ മസാല ഒന്ന് ആ വെള്ളത്തിലൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീറ്റ്. നല്ല അടിപൊളി മണമാട്ടോ വരുന്നത്. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി നമുക്ക് ഫ്രൈ ആയി വരുമ്പോഴേക്കും വേണം ഇടാൻ വേണ്ടി, എന്നാലും അതിൻ്റെ ഒരു കുരുമുളകിൻ്റെ ഒരു സ്മെല്ല് കിട്ടത്തുള്ളൂ. നമ്മുടെ ഒഴിച്ചു വെച്ചിരുന്ന ആ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പോർക്ക്, വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാവ്, എങ്ങനെയുണ്ട് ഗൈസ്? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ? എനിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്കൊന്ന് ഇളക്കി നമ്മുടെ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇത് കണ്ടോ, കളറ് തന്നെ കണ്ടോ, നല്ല കിടുക്കാച്ചി കളറാണ്. ഇത് കറി പരുവത്തിലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഈ മസാലയിലൊക്കെ കിടന്നിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഇത്തിരി കൂടി റോസ്റ്റ് പരുവ വേണ്ടെങ്കിൽ ഇത്തിരി കൂടി വറ്റിച്ചെടുക്കാം. ഫ്രൈ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു കറുപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് വെള്ളം വറ്റിയാലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. പോർക്ക് എനിക്ക് സത്യത്തിൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്നതിന് ശേഷമാണ്, അതായത് 2016 ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പോർക്ക് കഴിച്ചു തുടങ്ങിയത് കേട്ടോ. പോർക്ക് കഴിച്ചു തുടങ്ങിയപ്പം പിന്നെ ആദ്യം കഴിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കഴിച്ചു തുടങ്ങിയപ്പം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും നാട്ടിൽ ചെന്ന് പിന്നെ എൻ്റെ അനിയനുണ്ടാകും നന്നായിട്ട്. അവൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പം അവൻ പോർക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട്, നമ്മുടെ നാട്ടിലെ പോർക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ഈ സ്കിന്ന് ഇത്തിരി കൂടി നിൽക്കുന്നതുകൊണ്ടും ആ ഫാറ്റ് ഇത്തിരി കൂടി നിൽക്കുന്നതുകൊണ്ടും നമ്മുടെ നാട്ടിലെ പോർക്കിന് ഭയങ്കര ടേസ്റ്റ്, ഇവിടത്തേനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇവിടെ കിട്ടുന്ന പോർക്ക് നല്ല ഹെൽത്തി പോർക്കാണ്, പക്ഷേ ആണെങ്കിൽ നാട്ടിലെയാണ് നമുക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അവൻ ഉണ്ടാക്കി തരുന്ന പോർക്കും നല്ല കിടുക്കാച്ച് പോർക്കാട്ടോ. അത് നാട്ടിലെ കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല വേറൊരു ലെവല് പോർക്കാണ്. ഞാനേ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് കുറവാണ്. ഇത് 1.5 ടീസ്പൂൺ ഉപ്പായിരുന്നു മൊത്തത്തിൽ എടുത്തത്. അതിൻ്റെ പകുതി നമ്മൾ കുറച്ച് ഇട്ടായിരുന്നു സബോള വഴറ്റുന്ന സമയത്ത്. അതിൻ്റെ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ബാലൻസ് വെച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം വറ്റി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതേ നമ്മളിത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഏകദേശം ദേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ നെയ്യാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇനി കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങ് നന്നായിട്ട് കറുത്ത് വരും. അതിനു വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിനനുസരിച്ച് ഇത് വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ടൈം പിടിക്കുന്ന പ്രോസസ്സാട്ടോ ഇത് വറ്റി വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് ഓൾമോസ്റ്റ് ഇതിന്റെ നെയ്യാണ് കിടക്കുന്നത്, ഇത് ഓയിലല്ല, ഇത് പോർക്കിന്റെ നെയ്യാണ് കിടക്കുന്നത്. അപ്പൊ ഇത് വറ്റിയിട്ട് വേണം ഇതിന് കറുത്ത കളർ വരാൻ വേണ്ടി. അപ്പൊ നമ്മളിതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാമിക്കുട്ടി ഇതേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, നമ്മുടെ മാമിക്കുട്ടി ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. മാമിക്കുട്ടീനെ ഇങ്ങോട്ടേക്ക് എന്താണെന്നറിയോ കൊണ്ടുവരാത്തത്? അവളവിടെ വന്നിട്ട് പിന്നെ എന്താ നീ വരാത്തെ? എന്താ അവിടേക്ക് വരാത്തെ? പറ. ആ 1 2 3 ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. കണ്ടോ, ദേ മീനും അവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദേ കണ്ടോ, മീൻ അങ്ങ് മാറി ഇടിയപ്പം ഉണ്ടാക്കുന്നേ. നമ്മ ഇടിയപ്പം കൂട്ടിയിട്ട് ഇന്ന് പോർക്ക് ഫ്രൈ അല്ലേ മാമി? കണ്ടോ, നമ്മുടെ ഇടിയപ്പം ദേ ഓരോന്നോരോന്നായിട്ട് മീനും എടുത്തു വെച്ചോണ്ടിരിക്കുന്നു നമ്മുടെ കാസറോളിലേക്ക്. കിട്ടുമല്ലേ, നല്ല ആവി പറക്കുന്ന ഇടിയപ്പം. ഇടിയപ്പത്തിന് ചില സ്ഥലങ്ങളിൽ നൂലപ്പെന്നും പറയും, നമ്മുടെ അവിടെ നൂലപ്പെന്നാട്ടോ പറയുന്നത്. അടച്ചു വെച്ചത്. പോർക്കിന്റെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഏത് രീതിയിലുള്ള പോർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് രീതിയിലുള്ള പോർക്കാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലല്ല, ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അന്യായ ടേസ്റ്റ് ആട്ടോ, പട്ടിപ്പൻ ടേസ്റ്റ് ആണ്. അപ്പം ഇത് വരണ്ട് വരുമ്പോഴേക്കും നല്ല കിടുക്കാച്ചി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നമ്മുടെ വെള്ളം ഏകദേശം ഒക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. അതായത് ഇതൊന്ന് വരണ്ട് വന്ന് ഇതിനൊരു കറുപ്പ് കളർ വരണം. അപ്പം ഈ കറുപ്പ് കളർ വരാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് കുരുമുളക് ആഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. കുരുമുളക് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവനുസരിച്ച് ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് തന്നെ കറുത്തോളും കേട്ടോ. ഇതിൽ കിടക്കുന്ന നെയ്യ് തന്നെ ധാരാളം മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ബാലൻസ് ഇരുന്ന ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തരിക്കുണ്ടായിരുന്നുള്ളൂ, ആ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവൊന്നുമില്ല, എന്നാലും ആ ഉപ്പ് പൊടിക്ക് ഇട്ട് കൊടുത്തെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവൻ അങ്ങനെ ഇരുന്ന് വരണ്ടങ്ങ് വരട്ടെ. വരണ്ടങ്ങ് വന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രൈ ആയിട്ട് നല്ല കറുത്ത കളറിൽ കിട്ടത്തുള്ളൂ. അതങ്ങനെ ആയിട്ടെ. ഇത് കണ്ടോ, നല്ല മഴക്കോളുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഏകദേശം സമയം 3:30 ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി, ഈ എന്ത് കാർമേഘം ഇരുണ്ടിങ്ങനെ നിൽക്കുവാണ്. മഴ ഇപ്പൊ എങ്ങാനും പെയ്താ നമ്മുടെ പരിപാടി എല്ലാം വെള്ളത്തിലാകും. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ദേ ഇവിടെ ഇവര് കിടന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഇടയ്ക്കിട്ട് ടൂർണമെന്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ദേ ചുമ്മാ കളിക്കുന്ന കേട്ടോ. പിന്നെ ദേ ഇവിടെ ദേ ഇങ്ങനെ നടക്കാനായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ എയർ ജിമ്മും കൂടി ഉണ്ട്. ആ ഓപ്പൺ എയർ ജിമ്മില് ഫാമിലി ആയിട്ട് വന്ന് പിള്ളേരും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അതേ ഇവിടെ ജോഗിങ്ങിന് പോകുന്നവർക്ക് ഇവിടെ ഒരു വാക്കിംഗ് പാത്ത് ഇട്ടിട്ടുണ്ട്. ആ പാത്തിൽ കൂടെ നടന്നങ്ങ് ലാവിഷായിട്ട് പോകാം. ഇത് കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. അച്ഛനുണ്ടായിരുന്ന സമയത്തെ ഞങ്ങള് ആ ഓപ്പൺ എയർ ജിമ്മില് പോകുമായിരുന്നു. ഓപ്പൺ എയർ ജിമ്മിൽ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് പോകുമായിരുന്നു മതലിന്ന് അവിടുന്ന്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അങ്ങ് പോകണം. ഇത് ഏകദേശം വരണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് കുരുമുളക് പൊടിച്ചു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും നല്ല കറുത്ത കളർ വരുള്ളൂ കേട്ടോ. പിന്നെ ആ ഫ്ലേവറും. എന്നിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഇളക്കി ആ കുരുമുളകെല്ലാം, എന്നാ മണമെന്നറിയോ, അടിപൊളി മണം. ഒന്നും കൂടി ഒന്ന് ഇളക്കി. ഇതിപ്പം വെള്ളം എല്ലാം വറ്റി പോയിട്ടുണ്ട്. ഇനി കുറച്ച് ആ നെയ്യ് കിടക്കുന്നുണ്ട്. ആ നെയ്യെല്ലാം ഇപ്പോൾ വറ്റി സെറ്റ് ആയിക്കോളൂ കേട്ടോ. നമ്മുടെ പോർക്ക് ഏകദേശം വരണ്ട് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഈ ലുക്ക് തന്നെ കാണാൻ നല്ല അടിപൊളി ലുക്കാട്ടോ. അത് ഒരു ഇത്രയും കൂടി നമുക്ക് കറപ്പിച്ചെടുക്കാം. നോക്കിയേ, എന്ത് സെറ്റപ്പ് അല്ലേ, അടിപൊളി. എനിക്ക് വെറൈറ്റിക്ക് വേണ്ടി ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ അടിപൊളിയല്ലേ. കണ്ടോ, മഴ പെയ്യുന്ന എനിക്ക് തോന്നുന്നേ. നമ്മുടെ പോർക്ക് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആണ്, ഉപ്പൊന്നും വീണ്ടും ആഡ് ചെയ്യേണ്ടി വന്നില്ല. പോർക്ക് വരട്ടിയത്, അതായത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്.
അത് കഴിഞ്ഞിട്ട് നമുക്കിതേ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം കൂട്ടിയിട്ട് നമുക്ക് നല്ല പെടപടയ്ക്കാം. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ കാണാൻ? നമുക്കിപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈയും കൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. കാരണം ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈയാ അടിപൊളിയല്ലേ? വാമിക്കൊച്ചി കണ്ടോ, വലിയ പണിയിലാണ് വാമിക്കൊച്ച്. വാമിക്കൊച്ച് ചുമ്മാ ഇറങ്ങാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇരുന്ന് ഇറങ്ങുന്ന നോക്കിക്കേ. അല്ലെ വാമിക്കുട്ടി? തലമുടിയിലെ കെട്ടിയേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. ചിക്കൻ ചിക്കൻ നീര്. അപ്പോ നമ്മുടെ പോർക്ക് ഫ്രൈയും നൂലപ്പവും പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണുമ്പോ നല്ല മണമാട്ടോ വരുന്നേ. ഇത് നല്ല അടിപൊളി തേങ്ങ കൂത്തി. സൂപ്പർ. വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി. വാമിക്ക് പോർക്ക് കൊടുക്കുന്നില്ല, പക്ഷെ നൂലപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ. നൂലപ്പം തേങ്ങാപ്പാല്, പ്യുവർ തേങ്ങാപ്പാലാണ്. നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? വാമി ചിക്കൻ എന്ന് പറയുന്നത് ചിക്കനാണോ? ചിക്കൻ എന്ന് പറയുന്നത് വാമി വിചാരിച്ചിരിക്കുന്നത് ചിക്കനാണെന്നാണ്. സൂപ്പർ. അപ്പൊ ഗൈസ്, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങളെപ്പോഴേക്കും ഫുഡ് കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പോർക്ക് ഫ്രൈ ആയിട്ട് വന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിരുന്നു, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം കേട്ടോ. വൺ ലൈഫ് ലിവ് വിത്ത് 007. ലിവ് ഇൻ ദ മൊമെന്റ്. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും